മമ്മൂക്ക കൊടൂര വില്ലനായിട്ടെത്തുന്ന ജിതിൻ കെ ജോസ് മൂവി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇനി നമുക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. വിനായകനെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിച്ചത്. വിനായകനാണ് ചിത്രത്തിൽ നായകൻ. മമ്മൂക്ക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടൂര വില്ലനായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന വിനായകൻ്റെ ഈ ഒരു പോസ്റ്റർ ആയിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന് 15 മിനിറ്റുകൾക്കകം തന്നെ സിനിമയിലെ സെക്കൻഡ് ലുക്ക് വില്ലൻ്റെ പോസ്റ്റർ പുറത്തു വന്നു. വില്ലൻ്റെ കിടുക്കാച്ചി കൊടൂരമായിട്ടുള്ള സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നതിന് ശേഷം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന്. വിനായകൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതിനിടയിൽ മുങ്ങിപ്പോയി. കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേര് എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ സിനിമയിലെ ആദ്യ അക്ഷരം കെ എന്നും അവസാനത്തെ അക്ഷരം എൽ എന്നും നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെയും സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലെയും ലുക്കുകൾ വിനായകൻ്റെതും മമ്മൂക്കേൻ്റെതും അടിപൊളിയാണ്. മമ്മൂക്കേൻ്റെത് എടുത്ത് പറയേണ്ടതാണ്. കിടക്കാച്ചി കിണ്ണം കാച്ചിയ ലുക്ക്, കൊടൂരമായിട്ടുള്ള ഹൈപ്പാണ് മമ്മൂക്കയുടെ ആ ഒരു പോസ്റ്റർ വന്നതിന് ശേഷം സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയിൽ തിയേറ്ററിൽ എത്തുന്ന 7ാമത്തെ മൂവിയാണ് ഈ ഒരു ചിത്രം. വലിയ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള സിനിമയായി തീർന്നിരിക്കുന്നു ഈ ഒരു ചിത്രം. സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സുഷിൻ ശ്യാം ചെയ്യും എന്നുള്ള അപ്ഡേറ്റുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കിഷ്കിന്ദ കാണ്ഡം അതുപോലെ രേഖാചിത്രം എന്നീ സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത മുജീബാണ് സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നത്. പൊതുവെ മമ്മൂക്ക സിനിമകൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് നല്ല രീതിയിലുള്ള ഹൈപ്പിലേക്ക് എത്താറുണ്ട്. എന്നാൽ വിനായകന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് വലിയൊരു ഹൈപ്പിലേക്ക് എത്തിയില്ലെങ്കിലും മമ്മൂക്കയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കൊണ്ട് ഭീകരമായിട്ടുള്ള ഹൈപ്പിലേക്ക് കളങ്കാവൽ എത്തിയിരിക്കുന്നു. സിനിമയുടെ പേരും അതുപോലെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും അടിപൊളിയായപ്പോൾ സിനിമയുടെ ടൈറ്റിൽ എഴുതിയ ആ ഒരു ഫൗണ്ട് അത്രയും ആളുകൾക്ക് ഇഷ്ടമായിട്ടില്ല. വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.